അല്ല, അതങ്ങനെയൊരു അഭ്യൂഹം വയനാട് മേഖലയിലാകെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ വസ്തുതയുണ്ടോ എന്ന് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ പരിശോധിക്കുന്നതാണ് നന്നായിരിക്കുക എന്നൊരു നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ വനമേഖല രണ്ട് സംസ്ഥാനങ്ങളായിട്ട് യോജിച്ച് വികസിച്ച് നിൽക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വിവരങ്ങൾ ലഭ്യമാകുന്ന മുറക്ക് മാത്രമേ അത് സംബന്ധിച്ച് പ്രതികരിക്കാൻ പാടുള്ളൂ. പാടില്ല എന്നല്ല, പാടുള്ളൂ. കാരണം അത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ സ്പിരിറ്റ് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അതേസമയത്ത് അതിൽ വസ്തുതയുണ്ടെങ്കിൽ മന്ത്രിതലത്തിൽ തന്നെ സംസാരിച്ച് അതിന് അങ്ങനത്തെ ഒഴിവാക്കാൻ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ പാടില്ല, ഇവിടുന്ന് ഇങ്ങോട്ടും പോകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നെ സംബന്ധിച്ച് ഒരു ധാരണയിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ആ രൂപത്തിൽ അത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രായോഗിക നടപടികൾ വൈകുന്നു, അതാണ് ഈ ആക്ഷേപവും ആരോപണങ്ങളൊക്കെ വരുന്നത് എന്ന്. പ്രായോഗിക നടപടികൾ ഇപ്പം വൈകുന്നുണ്ട് എന്നുള്ളത് അടിസ്ഥാനരഹിതമായ ആക്ഷേപമാണ്. നേരത്തെ വൈകിയിരുന്നു എന്നുള്ളതൊരു കാര്യമാണ്. പക്ഷേ ഇന്നലെ തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവം നമ്മൾ പറഞ്ഞല്ലോ, വളരെ വേദനാജനകമാണ്. പക്ഷേ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരു അമാന്തവും ഇല്ലാന്ന് മാത്രമല്ല, രണ്ടാമത് കണ്ടെത്തിയ സംശയിക്കുന്ന സ്ഥലത്ത് കൂടുതൽ സ്ഥാപിക്കുന്നതുൾപ്പെടെ മയക്കുവെടി വെക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിനുൾപ്പെടെ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വകുപ്പ് തലത്തിൽ നടത്തേണ്ട കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു അമാന്തം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു പുതിയ മാറ്റം പെട്ടെന്നുണ്ടായിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ഒരു ശാസ്ത്രീയമായ പരിശോധനയാണ് നടത്തേണ്ടത്. കാരണം ഇതുവരെ ഉണ്ടായിരുന്നതെന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കടുവകളാണ് കാര്യമായിട്ട് വരികയും മനുഷ്യജീവനെ ഭീഷണിയാൻ നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആനകളും ഇപ്പോൾ മഴക്കാലമായിട്ട് പോലും ആനകളും വരുന്നുണ്ട്. എന്നാൽ ഭാഗ്യവശാൽ ആനകൾ തമ്മിൽ കൃഷിനാശത്തിനപ്പുറത്തേക്ക് പോയില്ല. നമ്മൾ നല്ലതിനു വേണ്ടി പ്രത്യാശിക്കുക എന്നുള്ളത് മറ്റു തരത്തിൽ അതിനെ പ്രതികരിക്കാൻ കാര്യമില്ല. പക്ഷേ അല്ല, അതങ്ങനൊരു അത് പിന്നലല്ലേ നമുക്ക് ആ ഒരു അഭ്യൂഹം വന്നത്. അപ്പോൾ ആ അഭ്യൂഹം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം വേണ്ടത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ അത് ബന്ധപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ധൃതി പിടിച്ച് ഒരു ആവേശം കാണിക്കേണ്ട ഒരു വിഷയമല്ല, പക്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം. മയക്കുവെടി വെക്കാൻ തീരുമാനിച്ചല്ലേ, കടുവ ഇപ്പോഴും നമ്മുടെ നിരീക്ഷണ പരിധിയിലാണോ? ആണാണ്. അല്ല, ഇപ്പൊ പുതുതായിട്ട് കണ്ടു എന്ന് പറയുന്നത് ആദ്യം കണ്ടത് കാട് കയറിപ്പോയി എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്നാലും നിരീക്ഷണം നമ്മൾ ദുർബലമാക്കുന്നില്ല. ഇന്നലെ മറ്റൊരു സ്ഥലത്ത് പാടുകൾ കണ്ടു എന്നോ അങ്ങനെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തുള്ള നിരീക്ഷണവും ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. അവിടെ കൂട് വെക്കേണ്ടി വന്നാൽ കൂട് വെക്കാനും മയക്കുവെടി വെക്കേണ്ടി വന്നാൽ വെക്കാനുള്ള നിർദ്ദേശങ്ങളും ഇതിനകം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം മുൻകരുതലുകളെല്ലാം തന്നെ ഇപ്പോൾ കാലതാമസമില്ലാതെ നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. വലിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും തോന്നുന്നില്ല. ഇരകളായ ആളുകൾക്കുള്ള നഷ്ടപരിഹാരം ഇല്ലല്ലോ, അതൊരു ശരിയായ കാര്യമല്ല. നഷ്ടപരിഹാരം 10 ലക്ഷമാണ് നമ്മൾ നിയമപ്രകാരം നമുക്ക് കൊടുക്കാൻ അധികാരമുള്ളൂ സർക്കാരിന്. അത് നമ്മൾ ഇപ്പം നിങ്ങളൊരു കൊല്ലത്തെ കാര്യം എടുത്ത് നോക്കുക, ഒന്നാം ഗഡു ഒന്നാമത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ കൊടുക്കുന്നുണ്ട് സാമ്പത്തിക സഹായം. രണ്ടാം ഗഡു കൊടുക്കണമെങ്കിൽ യഥാർത്ഥ അവകാശി ആരാന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയാൽ 1 മണിക്കൂർ പോലും താമസമില്ലാതെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് കേൾക്കുന്നത് ഈ പിന്തുടർച്ചാവകാശി ആരാണെന്ന് തെളിയിക്കാൻ അവർ ഗസറ്റിൽ ഉൾപ്പെടെ നോട്ടിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീഡിങ്സ് ഉണ്ട്. അതിന് കാലതാമസം എടുക്കുന്നുണ്ടാവും. അത് നമ്മൾ വനംവകുപ്പിന് പരിഹരിക്കാൻ കഴിയുന്നതല്ലാതെ അതിനവർ നേരത്തെ തന്നെ അപേക്ഷ കൊടുത്ത് പിന്നെ മുൻഗണനാ ഘട്ടത്തിൽ കമ്പ്യൂട്ടറിൽ മുൻഗണനാടിസ്ഥാനത്തിലാണ് അത് പരിഹരിക്കുന്നത്. അത് രേഖകൾ വില്ലേജ് ഓഫീസിൽ നിന്ന് മുതൽ ഹാജരാക്കി കൊടുക്കേണ്ടതുണ്ട്. അവർ തമ്മിൽ ധാരണയിലെത്തി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് ആ പ്രസിദ്ധീകരിച്ചതിൻ്റെ കോപ്പിയാണ് പിന്തുടർച്ചാവകാശി ആരാണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖ.
ആ രേഖ സമർപ്പിച്ചുള്ളവർക്ക് കിട്ടാതിരിക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും നിങ്ങളെ ചൂണ്ടിക്കാണിച്ചാൽ ഒരു ദിവസം കൊണ്ട് ആ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം, അങ്ങനെയുണ്ടെങ്കിൽ. എന്നാൽ കൃഷിനാശം സംഭവിച്ചവർക്ക് നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നത് കൃഷി വകുപ്പിലാണ്. ആ നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നതിൽ ചെറിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാനത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പ്രസാദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മറ്റന്നാൾ ക്യാബിനറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്കിരുന്ന് സംസാരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഉള്ളതുപോലെ പറയാമെന്നല്ലാതെ അതിൻ്റെ അകത്ത് പൊടിപ്പുന്തെങ്കിലും ചേർത്ത് വെച്ച് പിന്നെ തെറ്റായ കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കുന്നതിന് ഏതായാലും ഞാൻ അല്ല, അത് നമ്മൾ ഇപ്പോൾ ഈ സംഭവം നടന്നത് 3 സംസ്ഥാനങ്ങൾ ചേർന്ന് കടുവയുടെ കണക്കെടുക്കുന്ന ഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കണക്കുകൾ എന്തായാലും തെറ്റും. എന്ന് പറഞ്ഞാൽ ഇവരും ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്നവരല്ല. അപ്പോൾ നമ്മളെന്തായെന്ന് പറഞ്ഞാൽ കേരളം, കർണാടക, തമിഴ്നാട് ഈ 3 പേരും ഒരേ ദിവസമാണ് നടക്കുന്നത്. അപ്പോഴും ചില വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അത് 1-2 രൂപ വ്യത്യാസമൊക്കെ വന്നെന്ന് വരും. പക്ഷേ ഏതാണ്ടുള്ള കണക്ക് എല്ലാ കാലത്തും സെൻസസ് എടുക്കാറുണ്ട്. കഴിഞ്ഞ 17-ാം തീയതി ആയിരുന്നു അതിൻ്റെ ഓർമ്മ എടുത്തിട്ടുണ്ട്. അത് 3 സംസ്ഥാനങ്ങൾ ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഏതാണ്ട് കണക്ക് ഏവറേജ് കൃത്യമാകണമെങ്കിൽ ഒരേ സമയത്ത് ചെയ്താൽ മാത്രമേ. ഇപ്പം നമ്മൾ ബോട്ടും അങ്ങനെയാണ് ചെയ്യുന്നത്. ബോട്ട് ഒറ്റ സ്ഥലത്ത് ഒരു ദിവസമേ ചെയ്യുള്ളൂ. അത് ബേപ്പൂരിലായാലും കടലുണ്ടിയായാലും പുതിയാപ്പയായാലും എന്താ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ ഒരു ദിവസം ചെയ്തിട്ട് എടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഉള്ളത്. ആ സമ്പ്രദായം കുറ്റമറ്റ രീതിയിൽ തന്നെ നടക്കുന്നത്. എന്നാൽ ചെറിയ വേരിയേഷൻസ് കാണുന്നുണ്ട്. പക്ഷെ നമ്മളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ ചെറിയ വ്യത്യാസം ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെ അതൊരു നമുക്ക് വേണമെങ്കിൽ ഒരു 10-15% ഗ്രേസ് ഒരു വ്യത്യാസം വരാൻ ഇടയുണ്ട് എന്നത് എല്ലാവരും പറയുന്നുണ്ട്. അത് ശരിയായിരിക്കും. കാരണം അവർ അനുഭവത്തിൽ നിന്നാണല്ലോ പറയുന്നത്. അനുഭവം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാകാൻ പാടില്ല എന്ന് ഒരു വരവരഞ്ഞുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊന്നും വെറും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയല്ല ഇപ്പം അനുഭവത്തിലുള്ളത്. ജനങ്ങളുടെ താല്പര്യത്തിന് മുൻഗണന നൽകുന്ന വിധത്തിലുള്ള, എന്നാൽ നിയമത്തെ അതിലംഘിക്കാതെ ഒരു നിലപാടാണ് ഈ കഴിഞ്ഞ 5 വർഷവും വനംവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടിന് സ്വീകാര്യത വർദ്ധിച്ചു വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു കടുവയെ നമ്മൾ പിടികൂടുന്നതിന് മുമ്പ് ഒരു നിർബന്ധിതമായ പ്രൊസീജിയേഴ്സാണ് പിന്നെ വെറ്റിനറി സർജന്മാരുടെ സാന്നിധ്യം. അവരുടെ നിർദ്ദേശം കൂടി ക്ലിയറൻസും കൂടി കിട്ടിയാലേ വെടിവെക്കാൻ പാടുള്ളൂ. അതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടി. അതിലൊന്നും ഒരു വീഴ്ച വന്നിട്ടില്ല എന്നാണ്. വയനാട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് കണ്ട സ്ഥലത്തും ഈ ടീം തന്നെ അവിടെയുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കിപ്പം പറയാൻ കഴിയുന്നത് നമ്മുടെ ഫോഴ്സിൻ്റെ ശക്തി ഒന്നും കൂടി, കാരണം അവർ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. RRTയുടെ എണ്ണം കുറച്ചും കൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യം മന്ത്രിയുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. നമ്മൾ അതുണ്ടായാലും ഇല്ലെങ്കിലും ഇപ്പോൾ ഒരു ട്രെൻഡ് വന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ കൈകൊണ്ടതിനേക്കാൾ കൂടുതൽ ശ്രദ്ധാപൂർവമുള്ള നടപടികളും തീരുമാനങ്ങളും ഉണ്ടാണ്. ആ രൂപത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി.